അല്ലെങ്കിൽ ക്രിസ്തുവിലല്ലെങ്കിൽ വഴി വിട്ടുപോയാൽ എന്നേക്കുമായിട്ടൊരു ലോസ്റ്റാണ്, നഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ കുഞ്ഞിനെ വളർത്തേണ്ട അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ പറയുന്ന അവരുടെ ചിന്താഗതികളും അവരിന്ന് കിട്ടുന്നതായ ഇൻഫർമേഷനും നമ്മൾ പറയുന്നതുമായിട്ട് വളരെ വ്യത്യസ്തമായിരിക്കാം. നോ പ്രോബ്ലം. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ സാരമില്ല. അവർക്ക് കുറച്ച് ഇഷ്ടപ്പെടാതിരുന്നുകൊണ്ട് ഒരു കുഴപ്പവും പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടോളും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാനൊരപ്പനായ ശേഷം എനിക്ക് എൻ്റെ അപ്പനോട് സ്നേഹം കൂടിയെന്ന് പറയാറുണ്ട്. ഇഷ്ടം പോലെ തല്ല് കിട്ടിയിട്ടുണ്ട്, ഇതിനൊക്കെ ദേഷ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനൊരപ്പനായപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അപ്പൻ എന്നെ ഇന്ന് മാത്രം സ്നേഹിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ദൈവം നമുക്ക് തന്നിരിക്കുന്ന തലമുറയെ വളർത്തേണ്ട ദൗത്യം നമ്മളിലാണ്, അത് വേറൊരാളിലല്ല. ആമേൻ. ഒരു പ്രായം അവരുടെ ബ്രെയിൻ വളരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ യേശുവിനെ അവർക്ക് കൊടുത്തിരിക്കണം, ക്രിസ്തുവിനെ അവർക്ക് കൊടുത്തിരിക്കണം. ആമേൻ. അവരംഗീകരിക്കുന്നൊരു സമയമുണ്ട്, അത് നമ്മൾ അവർക്ക് കൊടുക്കാൻ, യേശുവിനെ കൊടുക്കാൻ ബെസ്റ്റ് ടൈമാണ്. ആമേൻ. യൂതമതർ ശക്തമായതിൻ്റെ പുറകിലത്തെ ഒരു കാര്യം അറിയാമോ? അവർ സ്ത്രീകൾ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നറിയോ? തോറ, പഞ്ചഗ്രന്ഥങ്ങൾ, മോശയുടെ 5 ആദ്യത്തെ ജനസിസ്, എക്സോഡസ്, ലെവിറ്റിക്സ്, നമ്പേഴ്സ്, ഡ്യൂട്ടറോണമി, 5 ബുക്സ് സ്ത്രീകൾ വായിക്കും. കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്തുകൊണ്ട് കിടക്കുമ്പോൾ അവരെ മടിയിൽ കിടത്തിക്കൊണ്ട് അവർ തോറ വായിക്കും. ഈ കുഞ്ഞിനൊന്നും മനസ്സിലാകത്തില്ല. മനസ്സിലായോ ഇല്ലയോ, ഏതോ ഒരു സെൻസ് ഈ വായിക്കുന്നതായ ഈ പുസ്തകം ആ കുഞ്ഞിനകത്ത് കയറുന്നുണ്ട്. ഏമേ. നമ്മൾ പലപ്പോഴും ഓർക്കും, ഓ സാരമില്ല. അങ്ങനല്ല, നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഞാനിന്ന് ഷിനുവിനും ദിൽഷായുടെയും കുഞ്ഞിനു വേണ്ടി മാത്രമല്ല പറയുന്നത്, അവരോട് മാത്രമല്ല, മാതാപിതാക്കളോട് എല്ലാവരോടും ചേർത്ത് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതമാണ് നമ്മുടെ തലമുറ മാതൃകമാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനെ കൊടുക്കുന്നെങ്കിൽ അവർ ക്രിസ്തുവിനെ കൊടുക്കുവാനിടയായി തീരും. ഒരു കാരണവശാലും ആ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത് മാതാപിതാക്കൾ. ഈ പറയുന്ന ഒരു വാക്ക് ഈ കുഞ്ഞിനറിയത്തില്ല, പക്ഷെ മാതാപിതാക്കളാണെന്ന് നമുക്ക് മനസ്സിലാകും. ആകയാൽ ഒരു സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ ശിശുക്കൾക്ക് വചനത്തിൽ വളരെ പ്രാധാന്യമുണ്ട്, വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ദൈവദാസന്മാർ ഈ ശുശ്രൂഷ ചെയ്യുന്നതിൽ സമയമെടുത്ത് ഈ കാര്യം ചെയ്യുന്നത്. ഇത് വെറും ഒരു കസ്റ്റമല്ല, ഒരു കൊച്ചു ജനിച്ചു ഇതിനൊന്ന് പ്രതിഷ്ഠിക്കണമല്ലോ, അങ്ങനല്ല. അങ്ങനെ ചിന്തിക്കരുത്. കാരണം അങ്ങനെ ചിന്തിച്ചാൽ അതിന് വാല്യൂ നഷ്ടപ്പെടുകയാണ്. ദൈവം എനിക്ക് തന്നതായ തലമുറയെ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നതായ ഒരു ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു സമയമാണ്. ആ കുഞ്ഞറിഞ്ഞോ അറിയാതെയോ, ഞാൻ ഓർപ്പിക്കട്ടെ, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ദൈവത്തിൻ്റെതായ കരുതൽ, സ്നേഹം കടന്നു ചെല്ലുന്നുണ്ട്. ആ മാതാപിതാക്കളുടെ സമർപ്പണം അതിന് വാല്യൂ ആ. ആമേൻ. അതുകൊണ്ടാണ് ഹന്ന ദൈവസന്നിധാനത്തിൽ ശമൂവേലിനെ കൊണ്ട് സമർപ്പിക്കുന്നത്. ഞാൻ ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, ശമൂവേൽ ബാലൻ അവൻ എങ്ങനെയാ ദൈവത്തിൻ്റെ ആലയത്തിൽ വളർന്നു. ദൈവത്തിൻ്റെ ആലയത്തിൽ വളർന്നത് കൊണ്ട് എന്തോ പ്രയോജനമുണ്ടായി? ദൈവം സംസാരിക്കുന്നത് അവൻ കേട്ടു. ദൈവം വിളിച്ചു, ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുമ്പോൾ അടിയനിതാ എന്ന് പറയത്തക്കവണ്ണം അവൻ ആലയത്തിൻ്റെ കൾച്ചർ അവനിലുണ്ടായിരുന്നു. ആ കുഞ്ഞിൽ ആലയത്തിൻ്റെ കൾച്ചറിൽ അവൻ വളർന്നു. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ആലയത്തിൽ വളരണം. ആമേൻ. നമ്മുടെ സഭയിലുള്ള ദൈവമക്കൾ അവരുടെ കുഞ്ഞുങ്ങൾ സഭയിലുള്ള ദൈവമക്കളുമായിട്ട് ആമേൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കണം. അവരല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? വെളിയിൽ പോയി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. അതിനേക്കാൾ എന്ത് നല്ലതാ ചേർച്ചിൽ ദൈവമക്കളുമായിട്ടുള്ള സ്നേഹബന്ധം. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ടേ, യേശു തൻ്റെ ശിഷ്യന്മാരുമായിരിക്കുന്ന സമയത്ത്
മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അതിന് വാല്യൂ കൊടുത്തില്ല. അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യ്, ഇപ്പം വേണ്ട. ഇവിടെ യേശു വലിയ ശുശ്രൂഷ ചെയ്യുക, രോഗികളെ സൗഖ്യമാക്കുക, പ്രസംഗിക്കുകയാണ്, ഭയങ്കര അത്ഭുതങ്ങൾ അടയാളങ്ങൾ. അന്നേരമാണ് ഈ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നേ. അങ്ങനല്ല. യേശു എന്താ പറഞ്ഞേ? ഇവിടെ കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവർക്കല്ലോ. യേശു തലമേൽ കൈവച്ച് എന്ത് ചെയ്തു? അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഈ ഒരു ശുശ്രൂഷ യേശു ചെയ്തു. അത് നമ്മളും ചെയ്യാൻ ബാധ്യസ്ഥരാ. അമ്മേ, ഇന്ന് ഈ ബലഹീനമായ കരം കൊണ്ട് ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ മാത്രമല്ല നമ്മുടെ സഭ ഒരുമിച്ച് ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായി വളരണം. ആമേൻ. കാലങ്ങൾ കഴിയുമ്പോൾ കർത്താവിൻ്റെ വയലിൽ സുവിശേഷത്തിന് തോള് കൊടുക്കുന്നവളായി മാറണം. അവിടെ അപ്പനും അമ്മയും ആരാധിക്കുന്ന ദൈവം അവളുടെയും ദൈവമെന്ന് അവൾ നാളെ പറയണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. രൂത്ത് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം. ആമേൻ. ആമേൻ. നിന്റെ ജനം എൻ്റെ ജനം. ആമേൻ. ഈ ഒരു കൺഫർമേഷൻ ഒരു തലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ദൗത്യം നമ്മുടേതാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ആമേൻ നമുക്കൊരു നിമിഷം ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്ത നന്മകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കണം. ഒരുപാട് ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ കൂടിയാണ് ആ കുടുംബം കർത്താവിനെ കണ്ടെത്തിയത്. വലിയൊരു യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നും യേശുവിനെ അറിയുവാൻ പ്രിയ സൈമൻ ചാനും പ്രിയ ആൻറ്റിയും ഇറങ്ങിത്തിരിച്ചു. ഉറ്റവരും ഉടയവരും എല്ലാവരും കൈവിട്ടു, എല്ലാവരും വെറുത്തു. ആ കുടുംബത്തിലെ സകല ശുശ്രൂഷകളും വ്യത്യസ്തമായ രീതിയിലുള്ളതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ആ കുടുംബത്തിന് നല്ല ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം. കുടുംബത്തെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം. അവർ കടന്നുപോയതായ അനുഭവങ്ങൾ, വേദനകൾ, അവർ സഹിച്ചതായ ആമേൻ ഓരോ അനുഭവങ്ങളും എണ്ണി എണ്ണി എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, ഇതിൻ്റെ എല്ലാം നടുവിൽ അവർ യേശുവിന് വേണ്ടി നിന്നു. ഉറ്റവരെ ഉടയവരെ അവരെ നോക്കിയില്ല, ബന്ധുമിത്രാദികളെ മാതാവിനെ നോക്കിയില്ല, സഹോദരങ്ങളെ ഞങ്ങളെ അംഗീകരിക്കുമോ എന്ന് ചോദിക്കില്ല. ഒരു യേശുവിന് വേണ്ടി നിന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊരു നീതിയുണ്ട്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ആമേൻ. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഒരൊറ്റ കുടുംബത്തെയും ദൈവം കൈവിടിട്ടിട്ടില്ല, ദൈവം അവരെ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു ആ കുടുംബം നാൾക്ക് നാൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിച്ചവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന് വചനം പറയുന്നുവെങ്കിൽ ആമേൻ, ഞാൻ വിശ്വസിക്കുന്ന ആ കുടുംബത്തെ ദൈവം മാനിച്ചുയർത്തും. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ കടന്നു വരാം, പ്രയാസങ്ങളും വേദനകളും കടന്നു വരാം. പക്ഷെ കർത്താവ് കൈവിടത്തില്ല. വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തൊരു കർത്താവാണ് നമ്മുടെ ദൈവം. ആമേൻ. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് അവർക്ക് ദാനം കൊടുത്ത ആമേൻ രണ്ടാമത്തെ കുഞ്ഞ്, കഴിഞ്ഞ ആഴ്ച അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. ആമേൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. കർത്താവ് ഒരു വർഷം കുഞ്ഞിനെ സൂക്ഷിച്ചു, ആയുസ്സും ആരോഗ്യവും ദൈവം കൊടുത്തു. ആമേൻ. ഇന്ന് പകൽക്കാലം അവർ കുഞ്ഞിനെ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാൻ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഒരു നിമിഷം ഞാൻ വിശ്വസിക്കട്ടെ, ആ കുടുംബത്തിനുള്ള ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. വിശ്വസിക്കുന്നവരൊക്കെ ചേർന്ന് ഒരു ആമേൻ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. ആമേൻ. ഡിൽഷയുടെ വീട്ടിലും അവർ ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചൊരു കുടുംബം. സഹോദരങ്ങൾ ആരോരോ മാതാപിതാക്കളുടെ കുടുംബത്തിൽ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവരുടെ പിതാവും മാതാവും കർത്താവിനെ അറിയുവാൻ ഇറങ്ങിത്തിരിച്ചു. ഒരുപാട് വില കൊടുത്തിറങ്ങിയതാ. വചനം പറയുന്നു, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. അങ്ങനെയെങ്കിൽ ആ കുടുംബത്തിന് ദൈവം തലമുറ തലമുറയായി ദൈവ സങ്കേതമായിരിക്കും. ആമേൻ. അവരുടെ വഴികളെല്ലാം ദൈവം നേരെയാക്കും. ആമേൻ. ആമേൻ. വളഞ്ഞ വഴികളെ അവൻ ചൊവ്വുള്ളതാക്കി മാറ്റും. ആമേൻ. എന്നോട് ചേർന്ന് ഒരു ആമേൻ പറയുവാൻ കഴിയുമോ? ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഹല്ലേലൂയ. ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. എല്ലാറ്റിനേക്കാളുപരി ഒരു വലിയ ദൗത്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആമേൻ. ദർശനത്തോട് നമ്മുടെ തലമുറയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഷിനു ഡിൽഷയും കുഞ്ഞുമായിട്ട് കടന്നു വന്നാട്ട് ആമേൻ. നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരുമായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ആമേൻ. നമുക്ക് നമ്മൾ ഒരുമിച്ചാണ് കർത്താവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നത്. ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമായി മാറട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഒരുമിച്ച് നമുക്ക് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. മക്കളെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ആമേൻ. ദൈവം നിങ്ങൾക്ക് തന്ന ഈ കുഞ്ഞിനെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും അവൾക്ക് ഇപ്പോൾ 1 വയസ്സ് പ്രായമുള്ളൂ. നാളുകൾ കഴിയുമ്പോൾ അവൾക്ക് പ്രായമാകും. അവൾ വളർന്നു വരുന്നൊരു കുഞ്ഞാണ്. ഈ ലോക സാഹചര്യത്തിൽ ഒരുപാട് സാധ്യതകൾ അവളെ പുറകോട്ട് വലിക്കാൻ സാധ്യതയുണ്ടാകും.
കുഞ്ഞു പ്രായത്തിലെ അവളുടെ ഉള്ളത്തിൽ അറിയാത്ത ഇന്നത്തെ ഇൻഫർമേഷൻസും ഇന്നത്തെ ഓരോ കാര്യങ്ങൾ കൊച്ചു ഹൃദയത്തിലെ കൊണ്ടിട്ട് കൊടുക്കാൻ പിശാചിന് കഴിയും. എന്നാൽ അതിനപ്പുറത്ത് അവളെ ചൊവ്വയുള്ള വഴി നടത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ള കേട്ടല്ലോ. ഈ കുഞ്ഞിനെ അവളെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും ദൈവമുള്ള കുഞ്ഞായി വളർത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ഓക്കെ. രണ്ടാമത്തൊരു കാര്യം, അവള് വളർന്നു വരുമ്പോൾ അവൾക്ക് തിരിച്ചറിവാകുന്ന പ്രായത്ത് ആ സമയത്ത് യേശുവിനെ പറ്റി രക്ഷയെപ്പറ്റി ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കേണ്ട ദൗത്യം നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ. സഭയിൽ കിട്ടുന്നത് എത്ര ആണെന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ളതായ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ദൈവസന്നിധാനത്തിൽ ഇന്ന് പകൽ ഒരു തീരുമാനം എടുക്കണം. കർത്താവേ, എൻ്റെ കുഞ്ഞ്, ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾക്ക് ദൈവം തന്ന ഈ ദാനം അവളെ ദൈവമുള്ളവളായി അവൾ രക്ഷയുടെ വചനം മനസ്സിലാകുന്ന സമയത്ത് അവൾക്കത് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ സമർപ്പിക്കപ്പെടുന്നു എന്ന് തീരുമാനം എടുക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇത് വലിയൊരു തീരുമാനം. ദൈവത്തിൻ്റെ സഭയും ദൈവത്തിൻ്റെയും ദൂതന്മാരുടെ മുമ്പിൽ എടുക്കുന്ന തീരുമാനമാണ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് ഈസി തിങ്. ഇതൊരു സാധാരണ വിഷയമായിട്ട് എടുക്കല്ലേ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ നല്ല ആഗ്രഹത്തെ ദൈവം മാനിക്കാനായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിപ്പാനിടയായി തീരട്ടെ. അവളെ ഞാൻ എടുത്ത കരയും എൻ്റെ അടുക്ക് വരത്തില്ല. അവളെ ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല അവളെ കയ്യിലെടുക്കാൻ പറ്റുമെന്ന്. എനിവേ ഐ വിൽ ട്രൈ. നമുക്കൊരുമിച്ച് ഈ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവിലേക്ക് നീട്ടിക്കാട്ടെ. നമുക്കൊരുമിച്ച് ഈ കുഞ്ഞിന് വേണ്ടി കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല കർത്തൃദിനത്തിൽ ഞങ്ങൾ ദൈവസഭ ഒരുമിച്ച് പ്രിയ കുഞ്ഞിനുമായിട്ട് ഞങ്ങൾ അങ്ങയുടെ പാതപീഠത്തിൽ കടന്നു വരുന്നു. കർത്താവെ, പ്രിയ ഷിനുവിൻ്റെയും കർത്താവെ ഡിൽഷയുടെയും ജീവിതത്തിൽ ദൈവം അവർക്ക് കൊടുത്തതായി പൈതലിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവളുടെ അമ്മയുടെ ഉദരത്തിൽ ആമേൻ ജനിച്ച സമയം മുതൽ കർത്താവ് കുഞ്ഞിനെ സൂക്ഷിച്ചു പരിപാലിച്ചു. യാതൊരുവിധ ഭാരവും രോഗവും കഷ്ടവും വരാതെപടി ദൈവം അവളെ സൂക്ഷിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യമുള്ളൊരു കുഞ്ഞായി ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഹവാ നല്ലവനല്ലോ, അവൻ്റെ ദൈവം നേക്കമുള്ളതൊക്കെ പാടുവാ. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന ഓരോ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യും. ഇന്ന് പകലിൽ കർത്താവേ, അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ കാണുന്നത് പോലെ കർത്താവേ, ശിശുക്കളെ യേശു തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതായി ഞങ്ങൾ വചനത്തിൽ കാണുന്നു. അവരനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നല്ലോ കർത്താവേ. ഇന്ന് പോലെ ഞങ്ങൾ ഒരുമിച്ച് ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുകയാണ് കർത്താവേ. മാതാപിതാക്കൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കർത്തദാസന്മാരും ദൈവജനവും ഒരുമിച്ച് അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവൾ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടവളായി തീരട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവളായി തീരട്ടെ. കർത്താവിൻ്റെ വരവന താമസമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട പൈതലായി അനേക സാക്ഷ്യമുള്ളവളായി സുവിശേഷത്തിന് തോള് കൊടുക്കുന്നവളായി തീരുവാൻ ഞങ്ങളിന്ന് പകൽ പൈതലിനെ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കരം കുഞ്ഞിൻ്റെ മേൽ നീട്ടുമാറാകണമേ. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, പ്രിയ പൈതലിനെ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അവൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. കർത്താവെ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് അവളെ അനുഗ്രഹിക്കുന്നതോടൊപ്പം കർത്താവെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൾ വരുന്ന നാളുകളിൽ അനേകർക്ക് സാക്ഷ്യമുള്ളവളായി തീരുവാൻ ഞങ്ങൾ അവളെ അനുഗ്രഹിക്കുന്നു. അവൾ വളർന്നു വരുമ്പോൾ രക്ഷയുടെ വചനം ഏറ്റെടുത്ത് സ്നാനമേറ്റ ആത്മാവിനാൽ നിറയപ്പെട്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് അവളെ സഹായിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ അവൾക്ക് വിരോധമായി വരുന്ന സകലവിധ പോരുകളെയും എല്ലാവിധമാകുന്ന ബാലാരിഷ്ടതകളിൽ നിന്നും ഞങ്ങൾ അവളെ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ കൊടുത്ത് അധികാരത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി തീരട്ടെ. ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രിയ പൈതലിനെ ലിവിന ചേരൻ ഷിനു എന്നുള്ള നാമത്തിൽ ഞങ്ങൾ അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള ഞങ്ങളുടെ പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രിയ കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകൾ അവർ ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു.
അവരുടെ മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ച് വളർത്തിയ വഴികളിൽ ഒരു കുഞ്ഞുങ്ങൾ വളർന്നു. അവർ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീർന്നു. ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും സാക്ഷ്യമുള്ളവരായി ദേശത്ത് ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം അവരെ സഹായിച്ചത് കൊണ്ട് സ്തോത്രം. അനവധി ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെ നടുവിൽ കൂടെ ഒക്കെ നിന്റെ കുഞ്ഞുങ്ങൾ കടന്നു പോയെങ്കിലും ദൈവം അവരെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ നല്ല പ്രിയ പിതാവേ, ആമേൻ ആമേൻ. കരങ്ങളടിച്ച് നമുക്ക് ദൈവം ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. നമുക്കൊരു പാട്ടിന്റെ ഈരടി പാടി